അങ്ങനെ പൂർണ്ണമായിട്ട് നീ ഉളു എടുക്കണം. എന്നിട്ട് ഖിബിലാക്ക് മുന്നിട്ട് കൊണ്ട് നീ തക്ബീർ ചൊല്ലണം. സുമ്മഖ്റ ബിമാ തയസ്സറ മഅക മിനൽ ഖുർആൻ. പിന്നെ നീ ഖുർആൻ ഓതണം, ഫാത്തിഹ ഓതണം. ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതണം. സൂറത്ത് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ആയത്തെങ്കിലും ഓതണം. സൂറത്ത് ഓതേണ്ട റക്അത്തുകളിൽ സൂറത്ത് ഓതണം. അത് കഴിഞ്ഞിട്ടോ സുമ്മർക്കായി നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്. പിന്നെ നീ റുക്കൂ ചെയ്യണം. ഹത്താ തത്മഇന്ന റാക്കിആ. അവിടെയാണ് ഈ സ്വഹാബിക്ക് പറ്റിയ പ്രശ്നം. റുക്കൂയിൽ ഒന്ന് അടങ്ങി ഒതുങ്ങണം. ആ റുക്കൂയിൽ ഒരു 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി 3 തവണ ചൊല്ലിയിട്ട് ഒരു തുമഇനീനത്ത്, ഒരടക്കം ഒതുക്കം ഉണ്ടാക്കണം. എന്നിട്ട് നീ റുക്കൂയിൽ നിന്ന് ഉയരണം. ഹത്താ തസ്തവിയ ഖായിമൻ. നേരെ ചൊവ്വേ അവിടെ ഒന്ന് നിൽക്കണം. ഒന്ന് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ. ഒന്ന് അടങ്ങി ഒതുങ്ങുന്നതിന് വേണ്ടി അവിടെ നിയമമാക്കപ്പെട്ട സുന്നത്താക്കപ്പെട്ട ദിക്റില്ലേ, റബ്ബനാ ലക്കൽ ഹംദു തൊട്ട് തുടങ്ങുന്ന ദിക്ർ, ആ ദിക്ർ നീ ചൊല്ലണം. സുമ്മസ്ജുദ്. പിന്നെ നീ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന സാജിദാ. സുജൂദിലും തുമഇനീനത്ത് വേണം. നെറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് ഒപ്പിയെടുത്താ പോരാ. ഒരു 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് തല ഉയർത്തണം. എന്നിട്ടൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തവും അവയവങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങുന്ന രൂപത്തിൽ ഇരിക്കണം. ഇരുത്തത്തിലും നിയമമാക്കപ്പെട്ട ദിക്റില്ലേ, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്ന ദിക്ർ നീ ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സുജൂദ് ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇരുത്തത്തിലേക്കാണ് വരുന്നതെങ്കിൽ ഇരുന്നിട്ട് ഓതേണ്ട ദിക്ർ ചൊല്ലണം. നൃത്തത്തിലേക്കാണ് വരുന്നതെങ്കിലും പതുക്കെ നിന്നുകൊണ്ട് ചൊല്ലേണ്ടത് ചൊല്ലണം. അപ്പൊ റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലിരുത്തം, വീണ്ടും സുജൂദ്, ഈ വക കാര്യങ്ങളിലൊക്കെ പാലിക്കാത്ത തുമഅ്നീനത്ത് കൊണ്ടാണ് 3 പ്രാവശ്യം മടക്കി വിട്ടിട്ട് നിസ്കരിച്ചോളൂ. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല. നിസ്കാരം ശരിയാകാത്തത് കൊണ്ട് മടക്കി വിട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞപ്പോൾ തന്നെ അല്ലദീന യുഖീമൂനസ്സലാ വഅഖിമിസ്സലാ അഖീമുസ്സലാ. അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രയോഗിച്ചതിന്റെ അർത്ഥം കൃത്യമായ നിസ്കാരം നിസ്കരിക്കണം. നിസ്കരിക്കണം എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. പിന്നെ എല്ലാ റുക്നുകളും ഷർത്തുകളും സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. അതേ നിസ്കാരാവുള്ളൂ. അല്ലാത്തതിനൊന്നും നിസ്കാരം എന്ന് പറയില്ല. ആരെങ്കിലും കാഴ്ചയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലൊന്നും അതിനൊന്നും നിസ്കാരം എന്ന് പറയില്ല.